നന്ദി അജിനി ഡോക്ടറെ, നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2114 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 49 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ജനനേന്ദ്രിയ രോഗങ്ങളും ഹോമിയോപ്പതിയും 3-ാം ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഇതിൻ്റെ ഒരാൾ തന്നെയാണ്, വർഷങ്ങളായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ. എങ്കിലും ഇതിന് എന്നെ പ്രേരിപ്പിച്ച IFPHന്റെ ഭാരവാഹികൾക്കും അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എല്ലാവരും ഈ യൂട്യൂബിൽ കാണുന്നതുകൊണ്ടായിരിക്കും പൊതുവെ ആൾക്കാർ പ്രസൻസ് കുറവാണ്. സാരമില്ല, ഇപ്പം എല്ലാവരും ഞാനും ചെയ്യാറുള്ളതാണ്. യൂട്യൂബിൽ ഇത് ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും സമയമുള്ളപ്പോൾ കുറച്ച് കാണാം, പിന്നെയും കാണാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും ആട്ടെ, ഇന്നത്തെ നമ്മുടെ വിഷയം ജനനേന്ദ്രിയ രോഗങ്ങളും ഹോമിയോപ്പതിയാണ്. ഓരോ 2 പാർട്ട് കഴിഞ്ഞു. ഇന്ന് ആദ്യമായിട്ട് 1-2 ഈ അടുത്ത കാലത്ത് കിട്ടിയ 1-2 കേസുകളോടുകൂടി നമുക്ക് തുടങ്ങാം. അതായത് എനിക്ക് ഈയിടെ ഒരു പേഷ്യൻ്റ് വന്നു. 68 വയസ്സുള്ള ഫീമെയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഫാമിലി മുഴുവൻ എൻ്റെ സ്ഥിരം കഴിഞ്ഞ 5-8 വർഷമായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. പല രോഗങ്ങൾക്കും അവർ വന്ന് നല്ല കേൾക്കാമല്ലോ ഇല്ലേ? ഞാനത് ചോദിച്ചില്ല. കാണാമല്ലോ, കേൾക്കാമല്ലോ? കാണാം, കേൾക്കാം. ഇടയ്ക്ക് കൺട്രോൾ ചെയ്തോ. നല്ല മിടുക്കനാ സാറേ, മിടുക്കനായിട്ടിരിക്കുക. അതാ ഇന്ന് നല്ലൊരു സ്മാർട്ടായിട്ടാ സാർ ഇരിക്കുന്നത്. കാണുമ്പോഴേ ഇതേ പണ്ടൊക്കെ ഈ ഞങ്ങൾക്കൊക്കെ കൃഷിയുണ്ടായിരുന്നു. എന്നാലും ഈ പാവലിന്റെയും പടവലത്തിൻ്റെ ഒക്കെ നടുക്ക് ഒരു കോലം, കച്ചി കൊണ്ടൊരു കോലം ഉണ്ടാക്കി ഒരു ചട്ടിയും കലക്കാതെ നല്ല 2 ഉടുപ്പും ഒരു പാൻറ്റും ഒക്കെ അടിച്ച് പഴയത് എന്ന് പറഞ്ഞോട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. കുഴപ്പങ്ങളുണ്ട്, സാരമില്ല. എങ്കിലും ഒരു തമാശ രൂപേണ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും പറഞ്ഞു വന്നത് ഒരു 68 വയസ്സുള്ള ഫീമെയിലാണ്. അതായത് വർഷങ്ങളായിട്ട് അവർ നമ്മുടെ മെഡിസിനാണ്. പല സോ കോൾഡ് ഇൻഡ്യൂറബിൾ സിറോസിസ് ഓഫ് ലിവർ, പിന്നെ ഹെർപ്പിസ് സോസ്റ്റർ, അങ്ങനെയുള്ള പല രോഗങ്ങളും എങ്ങും പോയിട്ട് പറയാതെ വന്നത് 10-30-35 വർഷമായിട്ടുള്ള എൻ്റെ മെഡിസിൻ കൊണ്ട് പറഞ്ഞപ്പോൾ, നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് പറഞ്ഞപ്പോൾ അവർ വേറൊന്നും നമ്മളെ പറ്റിയില്ലെങ്കിലേ വേറെ എവിടെയും പോകും. കാരണം അതുകൊണ്ട് പറ്റാതിരിക്കുന്നില്ല. എന്നാലും അവർ ഈയിടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ ഞാൻ മടുത്തു. ഞാൻ ചോദിച്ചു, എന്നതാ സാറേ? പറയാൻ വിഷമമുണ്ട്. എൻ്റെ ഭർത്താവിന് 72 വയസ്സായി. ഞങ്ങൾ 2 പേരും ബാങ്ക് ജോലിക്കാരാണ്. റിട്ടയർഡായി കഴിഞ്ഞ് അയാൾ വീണ്ടും ജോലി ചെയ്യുന്നുണ്ട്. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ അയാൾ സ്ഥിരം വെള്ളം അടിക്കും. അത് കഴിഞ്ഞിട്ട് സെക്സ് സ്റ്റിമുലേഷനുള്ള ഗുളിക കഴിച്ചിട്ട് രാത്രിയിൽ ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റിയത്. ഒരു 12 hours ഒക്കെയാണ് അയാളുടെ മിനിമം. വെള്ളം അടിക്കുക, ഗുളിക കഴിക്കുക, സെക്സിനോടുള്ള താല്പര്യം. എനിക്കിങ്ങനെ അങ്ങ് ചാകണമെന്നാണ് പറയുന്നത്. ജീവിതത്തിലുള്ള എന്താണ് അവരങ്ങ് കരഞ്ഞോണ്ടാണ് പറയുന്നത്. എന്തായാലും ഞാൻ കേസ് ശരിക്കെടുത്തു. അതിൻ്റെ അകത്ത് ഞാൻ എടുത്ത പ്രധാനപ്പെട്ട സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്സ്വൽ ഡിസയർ മോർ ആഫ്റ്റർ ഡ്രിങ്കിങ്. അത് വെച്ച് നക്സോമിക്ക സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ ചിലപ്പോൾ പറയും, നീ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിൽ ഞാനൊന്നീ ചത്തുകളയും, അല്ലെങ്കിൽ നിന്നെ കൊന്നേച്ച് ഞാൻ വേറെ പെണ്ണ് കിട്ടുമെന്ന്. എന്തായാലും നക്സോമിക്ക 0/3 കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ മെഡോറിനം ഹൈഡോസ് കൊടുത്തു.
ഏതായാലും ഇപ്പം വലിയ ശല്യമൊന്നുമില്ല. അപ്പം അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ അവർക്ക് പെയിൻഫുൾ ഇതായിരുന്നു. അത് വളരെ പെയിനും ഡ്രൈനെസ്സും ഒക്കെ ആയിരുന്നു. അവർക്ക് സെറ്റിയായും നേട്ടമോട് കൊടുത്ത് ഇപ്പം അവർ ഹാപ്പിയാണ്. ഇത് പറഞ്ഞ് എൻ്റെ ഡോക്ടറെ ഇത് ഒത്തിരി നാളായി പറയണം, എങ്ങനെയാ പറയണമെന്ന് വിചാരിച്ച് നാണക്കേട് കൊണ്ട് ഞാൻ പറയാതിരുന്നു. പക്ഷെ ഞാൻ സഖി കെട്ടപ്പോൾ പറയാതിരിക്കാം. ഇതുപോലെ പല കേസുകളും നമുക്ക് തീർത്തും കുറയ്ക്കാൻ പറ്റും. നമുക്കല്ലാതെ വേറെ ആർക്കും പറ്റിയത്. അതിപ്പോൾ ഞാൻ ഇതിനു മുമ്പും പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സോ കോൾഡ് ഇൻക്യൂറബിൾ സെക്സ്വൽ പ്രോബ്ലംസ് പലപ്പോഴും ഇതാരും ചോദിക്കുകയില്ല, പറയില്ല. എല്ലാവർക്കും നാണോ. അതായത് ഈ അടുത്ത കാലത്ത് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, ഞാനിതൊക്കെ ചോദിക്കും, സെക്സ്, മെൻസസ്, ഇതെല്ലാം ചോദിക്കും. അത് ഒരു ഡോക്ടറോട് ചോദിച്ചപ്പം, ലേഡി ഡോക്ടർ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് സംശയം ചോദിക്കാറുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഡോക്ടർ ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ കൺഫർമേഷനുള്ള നമ്മൾ ഒരിക്കലും കേസ് ടേക്കിങ്ങിൽ നാണം വിചാരിക്കും. അതുപോലെ എക്സാമിനേഷൻ ചെയ്യും. എക്സാമിനേഷൻ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. ചിലപ്പോൾ ലെഫ്റ്റ് പറയുന്നത് റൈറ്റ് ആയി പോകും, റൈറ്റ് പറയുമ്പോൾ ലെഫ്റ്റ് ആയി പോകും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഏതെങ്കിലും പേടിയുണ്ട്. ആരെങ്കിലും നമ്മുടെ സെയിം സെക്സ് ആയിട്ടുള്ള ആരെങ്കിലും, ആണാണ് അവരാണ്, പേഷ്യൻ്റ് പെണ്ണാണെങ്കിൽ ഒരു പെണ്ണിനെ കൂടെ കൂട്ടാം, പേഷ്യൻ്റ് ലേഡി ഡോക്ടറാണെങ്കിൽ ഒരു ലേഡി ഡോക്ടറെ കൂട്ടാം, ആണാണെങ്കിലും ഒരു വേറൊരു ബൈസ്റ്റാൻഡറെ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടാം. പക്ഷെ ടെസ്റ്റ് ചെയ്തിരിക്കും. അതുപോലെ എല്ലാ കേസുകളും നമ്മൾ എവിഡൻസ്ഡ് ബേസ്ഡ് ആയിരിക്കും. കഴിയുന്നിടത്തോളം റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുക. ബിഫോർ ട്രീറ്റ്മെൻറ്റ്, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ എല്ലാവരും പറയും ഹോമിയോപ്പതി. ഒരിക്കൽ ഞാനൊരാളോട് ചോദിച്ചു, എന്താണ് ഡോക്ടറെ കൂടുതൽ ഞാൻ ക്യാൻസർ, എങ്ങനെയാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്? അപ്പോൾ അതെനിക്ക് കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞ കൂട്ടാകരുത്. ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം ഇതായിട്ടുള്ള റിസൾട്ട് സഹിതം നമ്മളത് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ സയൻറ്റിഫിക് യുഗത്തിൽ ആൾക്കാർ അംഗീകരിക്കുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും അവർക്ക് സെപ്പിയ കൊടുത്തു, നേട്ടമോർ 6 കൊടുത്തു, അതുകൂടാതെ ഡാമിയാന കൊടുത്ത്. ഇപ്പം ഏതായാലും രണ്ടുപേർക്കും വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ചെയ്യും. ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്നത് വീട്ടിൽ ഉപ്പും മുളകും ഇല്ല, ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിൻ്റെ ഉപ്പും മുളകും കുറഞ്ഞു പോയാൽ വളരെ വളരെ പ്രശ്നം. പലരും ഇത് വെളിയിൽ പറയാറില്ല. പലരും ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിലും പല കൂടുതലും മിണ്ടുകയും പറയുകയില്ലാത്ത ഒരു മൂടുമുണ്ട്. അത് പ്രത്യേകിച്ച് പല പല കാരണങ്ങളാണ്. എങ്കിലും ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ദാമ്പത്യ ജീവിതം. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം അതുകൊണ്ട് ഒരു ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ ലെവലിൽ 70% റിലീഫ് രണ്ടു കൂട്ടർക്കും കിട്ടും. റിലീഫ് കിട്ടും. ഒരു ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് എപ്പോഴും ആകുന്ന അപ്പുറം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ എടുക്കണം. അതുകൊണ്ട് ഞാൻ ഇത് സാഹചര്യം മസാ പറഞ്ഞതിന്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എനിക്ക് ഇവിടെ കിട്ടിയത് ഇപ്പം കൂടുതൽ കാണുന്നു. ഹസ്ബൻഡും വൈഫും കല്യാണം കഴിച്ചിട്ട് ഈ സീക്രസ് കണ്ണ്, അത് വൈഫിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ സീക്രസ് കണ്ണ് അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് കൂടുതലും ഞാൻ കൂടുതൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. കൂടുതലായിട്ട് കൊടുക്കുന്നത് ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാം ഇടയ്ക്ക് തിരിച്ച മറിവുകളുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റ് ഞാൻ പറയാം, ഇതിനോടൊക്കെ പറയാം. ഇപ്പം ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മരുന്ന് കൊണ്ട് പല പല സർക്കസുകളും വേറെ ഒരു സിസ്റ്റത്തിനും കാണിക്കാൻ പറ്റിയല്ലാത്ത മാതിരിയുള്ള പല സർക്കസുകളും നമ്മുടെ മരുന്ന് കൊണ്ട് ഈസി ആയിട്ട്, അത് കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാം, കുറവുണ്ടെങ്കിൽ കൂട്ടാം, എന്താ വേണമെങ്കിൽ അത് എല്ലാം ചെയ്യാം. പക്ഷെ ഇതെല്ലാം മിതമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ, അതാണ് ആഹാരം, വികാരം, വിചാരങ്ങളിൽ മിതത്വം പാലിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ ഇതിൻ്റെ പഴയതിൻ്റെ ബാക്കി നമുക്ക് ഇത് അമിനോറിയ തൊട്ടാണ്. ഈ ഇടയ്ക്ക് കേസുകൾ വരികയാണെങ്കിൽ ഓർമ്മയിൽ വരുമ്പോൾ അന്നേരം പറയാം. പിന്നെ അമിനോറിയ അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ അഭാവം അമിതമായി ഡാൻസ് ചെയ്യുന്നത് കൊണ്ടും ശരീരം അമിതമായി ചൂടാകുന്നത് കൊണ്ടും വരാവുന്ന ആർത്തവ തടസ്സം. പകൽ സമയത്ത് കാണുന്ന ആർത്തവം രാത്രിയിൽ നിൽക്കുന്നു. അങ്ങനെ വന്നാൽ സൈക്ലാമിൻ, ഞാനിതെല്ലാം 0/3 ഇച്ചിരി സൈക്ലാമിൻ സ്പീഡ് കൂട്ടണമെന്നാണ് പറയുന്നത്. ഇല്ല, കുറയ്ക്കണം. ഒന്നുകൂടെ ഒന്ന് പറയണം. ഓക്കെ, സൈക്ലാമിൻ അതായത് ഡാൻസ് ചെയ്യുമ്പോൾ വേറെ ചെയ്യുമ്പോൾ അമിതമായി ചൂടാകുന്നത് കൊണ്ട് വരാവുന്ന ഇറഗുലർ മെൻസസിന്, അത് പ്രത്യേകിച്ചും പകൽ സമയത്ത് കൂടുതൽ ഡിസ്ചാർജും രാത്രിയിൽ ഡിസ്ചാർജ് ഒന്നുമില്ല, അങ്ങനെ കാണുക കൊടുക്കാവുന്ന മെഡിസിൻ സൈക്ലാമിൻ. ഞാനത് സാധാരണ കൊടുക്കുന്നത് 0/3 ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞ് കുറവ് കണ്ടു കഴിഞ്ഞാൽ നൃത്തം, വീണ്ടും തുടങ്ങിയാൽ വീണ്ടും കൊടുക്കും. കുറേ പ്രാവശ്യം കഴിയുമ്പോൾ അതൊന്ന് തന്നെ ചെയ്യും. പിന്നെ വേറൊരു മെഡിസിൻ ആർത്തവ കൊടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മെഡിസിനാണ് ഡാമിയാന. ആണിനും പെണ്ണിനും ലൗകിക ഉത്തേജനത്തിന് കൊടുക്കാവുന്ന ഒരു ഒന്നാന്തരം മെഡിസിനാണ് ഡാമിയാന. ആണിനും പറ്റും പെണ്ണിനും പറ്റും. മദർ ടിഞ്ചറാണ്. അത് ഡെയിലി 3 to 4 times 10 drops to 15 drops വരെ കൊടുക്കാം. സ്പീഡ് കൂടുതലുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. വിളർച്ച കൊണ്ടും ക്ഷീണം കൊണ്ടും ആണെങ്കിൽ, വളരെ ക്ഷീണിച്ചും രക്തക്കുറവ് കൊണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടാകുന്ന ആർത്തവ തടസ്സമാണെങ്കിൽ, അമിനോറിയ ആണെങ്കിൽ പെറംമെറ്റാണ് മെഡിസിൻ. അത് ചൈനയും എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ചൈന എന്നാൽ ഓവർ പൊട്ടൻസിയാണ്, 0/3 ആണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗർഭ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട്, ഗർഭപാത്രത്തിന്റെ കുഴപ്പം കൊണ്ടോ ഉണ്ടാകുന്ന ആർത്തവത്തിന്റെ തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ എപ്പോഴും വരും എന്നുള്ളൊരു തോന്നൽ, ഇപ്പം ആകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ എന്നാലൊട്ട് വരികയില്ല. അങ്ങനെ വന്നാൽ കൊടുക്കേണ്ട മെഡിസിൻ ഒസീപ്പിയം. അത് മദർ ടിഞ്ചറാണ് കൊടുക്കേണ്ടത്. ഒസീപ്പിയം മദർ ടിഞ്ചർ. ആ മദർ ടിഞ്ചറൊക്കെ ആകുന്ന സമയത്ത് ഞാൻ പറയും, മദർ ടിഞ്ചർ 10 ഡ്രോപ്സ് വീതം 3-4 നേരം കൊടുക്കും. അത് മിക്കവാറും ശരിയാവും. ഇനി പേടി കൊണ്ടാണെങ്കിൽ, അമിനോറിയ ആണെങ്കിൽ, അതുപോലെ പെൺപിള്ളേർക്ക് ഈ വലിയ ബ്രസ്റ്റിന് വലിയ വലിപ്പമൊന്നും കാണുകയില്ല, മുരടിച്ചിരിക്കും. അങ്ങനെയുള്ളവർക്കുള്ള അമിനോറിയ. അതുപോലെ തന്നെ തലവേദനയും കുടിച്ചു തകട്ടലും അതോടൊപ്പം കാണുകയാണെങ്കിൽ ലൈക്കോപോഡിയം മരുന്ന്, ലൈക്കോപോഡിയം 0/3, 6 ഒക്കെ കൊടുക്കും. ഇത് പ്രായപൂർത്തിയായ പെൺകുട്ടികളിൽ കാണുന്ന ആർത്തവത്തിന്റെ അഭാവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കൊടുക്കാറുള്ളതാണ് പൾസാറ്റില. വളരെ വേഗത്തിൽ ചിരിക്കുകയോ കരയോ, ചിരിച്ചോണ്ടിരിക്കുമ്പോൾ കരയും, കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിരിക്കും. മൂഡ് ചേഞ്ചസ് പെട്ടെന്നുണ്ടാകും. സ്നേഹവും ശാന്തതയും, പേടി, പിന്നെ കാല് നനഞ്ഞാലും ആർത്തവടസം, അതായത് ഡിലേ ആകും, അമിനോറിയ ഉണ്ടാകും. അങ്ങനെയുള്ളത് പൾസാറ്റില. അത് ടിഞ്ചർ കൊടുക്കും കേട്ടോ. ടിഞ്ചർ കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ 0/3 കൊടുക്കും. ഇത് ഉണ്ടാകാതെ അമിനോറിയയുടെ കൂട്ടത്തിൽ തലവേദന ഉണ്ടാക്കുകയാണെങ്കിൽ സറാക്ക ഇൻഡിക്ക മദർ ടിഞ്ചർ
ഏതാ സാറേ? സറാക്ക ഇൻഡിക്ക. ഇവിടെ ചില മരുന്നുകൾ വീണ്ടും വീണ്ടും വരും. ഒന്ന് സെപ്പിയ, പൾസാറ്റിഡ, സറാക്ക, അങ്ങനെയുള്ള കുറെ മെഡിസിൻസ് ഒക്കെ വീണ്ടും തന്നെയും പിന്നെയും വരും. അത് മിക്ക ലേഡീസ് കേസിന്റെ ഫീമെയിൽ ഡിസീസിനും പറ്റിയ മരുന്നുകളാണ് ഈ സറാക്ക, പൾസാറ്റിഡ, സെപ്പിയ, ഇങ്ങനെയുള്ള ഏതാനും ചില മരുന്ന് പലയിടത്തും കാണാം. എന്നാലും വിചാരിക്കരുത് അതിനോ ആയല്ലോ ഇവിടെ ആയല്ലോ. നമ്മുടെ മെഡിസിൻ അതിൻ്റെ മെൻ്റൽ, ഫിസിക്കൽ, എമോഷണൽ ലെവലിൽ സിംറ്റംസ് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ, അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ കൊടുത്താൽ ഏത് രോഗമാണെങ്കിലും, അതായത് അമിനോറിയായോ ചിലപ്പോൾ മെൻട്രേജിയായോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം ചിലപ്പോൾ ലൂക്കോറിയ ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ആ ഇൻഡിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്ട് ചെയ്തിരിക്കും. വേറൊരു സിസ്റ്റത്തിൽ ഒരു മെഡിസിനും കറക്റ്റാകാൻ പറ്റാത്ത തക്കം അത്ര കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ് നമ്മൾ. പക്ഷെ നല്ല കമ്പനിയുടെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ റെപ്പറ്റീഷൻ, അതുപോലെ പൊട്ടൻസി സെലക്ഷൻ, ഇതെല്ലാം അമനോൺ തന്നെ നേടി, ഈ അമനോൺ പരിചയം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ഓരോരുത്തർ പറയും ഹൈ പൊട്ടൻസി, ചിലർ പറയും ലോവർ പൊട്ടൻസി ആണെന്ന്. ഏതായാലും രോഗം കുറവാക്കി, അസുഖം പൂർണ്ണമായിട്ട് കുറവാക്കി എങ്കിൽ ഏത് പൊട്ടൻസി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെയും രോഗം വരാതെ അത് കംപ്ലീറ്റ് കുറയ്ക്കാൻ സാധിച്ചാൽ അത് നല്ലൊരു ഹോമിയോപ്പതിക്കാരൻ തന്നെയാണ്. ചിലപ്പോൾ ലോവർ പൊട്ടൻസി ആകും, ഹയർ പൊട്ടൻസി ആകും. ചിലർ 10 TM 50 ഒക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നവരുണ്ട്. ചിലർ മാറി മാറി ഉപയോഗിക്കും. ചിലർ സിംഗിൾ മെഡിസിൻകാർ കാണും. എന്തായാലും കുറയ്ക്കാനുള്ള കഴിവ് അമനോൺ തന്നെ ഒരു രീതി നേടിയെടുക്കേണ്ടതാണ്. കുറെ കാലം കൊണ്ട് നമുക്ക് ഒരു 5, 8, 10, 15, 20 വർഷമാകുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ഈ പൊട്ടൻസി കൊടുത്താൽ ഇയാൾക്ക് കേൾക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അനുഭവം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട്. ഇനി ആർത്തവരസത്തോടുകൂടി അപസ്മാര സ്വഭാവം, ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ സെറാക്ക ഇൻഡിക്കയുടെ ഇൻഡിക്കേഷൻ അല്ലായിരുന്നു സാറേ? അതൊരു പ്രത്യേക ഈ തലവേദന ഉണ്ടാക്കും ഇതിന്റെ കൂട്ടത്തിൽ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ തലവേദന ഉണ്ടാക്കിയും ദേഷ്യം വരികയൊക്കെ കൊടുക്കാണ് വേറൊരു മരുന്ന് ഞാൻ ടമമിലായ അതിനു മുമ്പാണെങ്കിൽ ആ സമയത്ത് ആ തലവേദനയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ സറാക്ക ഇൻഡിക്ക മദർ ടിഞ്ചറോട് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും. മറ്റേത് 0/3 കൊടുക്കുന്ന ടമമില ആ സമയത്ത് അല്ലെ അതിനു മുമ്പ് വളരെ എഫക്റ്റീവാണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ. ഞാൻ ഒരിക്കലും ഫെയിലാകാത്ത കാര്യങ്ങളെ പറയുന്നു, ചുമ്മാ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ചുമ്മാ ആളാകൂളം പറയുന്നതല്ല. ഓക്കെ, സ്പീഡുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആ, ഇനി മെട്രേജ് അല്ലെങ്കിൽ മുറ തെറ്റിയ ആർത്തവം, അതിന് നൽകാവുന്ന നല്ലൊരു മെഡിസിനാണ് നസ്മോസ്കെറ്റ. അതിന് വ്യത്യസ്തമായ സമയത്തും വ്യത്യസ്തമായ അളവിലും ഇരുണ്ട് കട്ടിയുള്ള വളരെ നീണ്ടു നിൽക്കുന്ന ആർത്തവസ്രാവം, അതായത് ചിലപ്പം 4, 5, 6, 7, 8 ഒക്കെ ദിവസം ഇങ്ങനെ കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പം ഇടയ്ക്ക് ഈ ബ്ലഡൊക്കെ കണ്ട് ആൻസിറ്റി ഒക്കെ കൂടി ബോധക്കേടും ഒക്കെ ഉണ്ടാകും. ഒരുമാതിരി ഉറക്കം തൂങ്ങിയ മട്ടായിരിക്കും. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ നക്സോമിക്കായിട്ടല്ല കേട്ടോ, നസ്മോസ്കിറ്റായി. അടുത്തത് നക്സോമിക്കായും വരുന്നു. എൻ്റെ ഇൻഡിക്കേഷൻ വേറെയാണ്. ഇത് വളരെ നേരത്തെ തന്നെ ഉണ്ടാകുന്നു, അത്യധികമായി അധിക ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്നു, ക്രമം തെറ്റി 2 ആഴ്ച വിട്ട് വരും. 15 ദിവസം കൂടുമ്പോൾ 15 ദിവസം വന്നുകൊണ്ടിരിക്കും. അത് നിൽക്കും, പിന്നെ ഉണ്ടാകും. അതിൻ്റെ ബ്ലഡിൻ്റെ കളർ കറുപ്പായിരിക്കും. അവർക്ക് എപ്പോഴും ദേഷ്യവും അരിശവും ഇറിറ്റബിലിറ്റിയൊക്കെ കൂടുതലായിരിക്കും. എപ്പോഴും അവർക്ക് വളരെ ദേഷ്യമായിരിക്കും എല്ലാ കാര്യത്തിലും. വളരെ താമസിച്ച് ഡേറ്റും
വേദനയോടും കൂടി ക്രമം തെറ്റി വരുമ്പം അത് ഇരുണ്ട് കട്ടിയായ സ്രവമാണ്, കട്ട പിടിച്ച രക്തം. അങ്ങനെയാണെങ്കിൽ പൾസാറ്റിലാണ്. ഇതൊക്കെ ചോദിക്കണം. സ്റ്റെയിനുണ്ടോ, കളറുണ്ടോ, കറുത്താണോ, അതോ വെള്ളം പോലെയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. മടിക്കരുത്. ക്രമം തെറ്റി വരുന്ന ആർത്തവത്തിന് നമുക്കാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ് പലാപ്സി. അത് മദർ ടിഞ്ചറാണേ. 5 തുള്ളി തൊട്ട് 10 തുള്ളി വരെ കൊടുക്കാം പലാപ്സി. അന്നേരം പെട്ടെന്ന് നിൽക്കും. ഞാൻ ബാക്കിയുള്ള ഇൻഡിക്കേറ്റഡ് മെഡിസിൻ്റെ കൂട്ടത്തിൽ ഇത് മിക്കവാറും കൊടുക്കാറുള്ളതാണ് പലാപ്സി. വളരെയധികം റിസൾട്ട് ഉണ്ട്. ഈ കൂടുതൽ ബ്ലീഡിങ്ങിന് ഇങ്ങനെ നിൽക്കാതെ വരുന്ന ബ്ലീഡിങ് കേസിൽ അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മെഡിസിനാണ്. പിന്നെ പറഞ്ഞത് സറാക്ക ഇൻഡിക്ക തന്നെയാണ്. ഞാനത് പറഞ്ഞില്ല വീണ്ടും. അതും ഇതുപോലെ തന്നെ കൊടുക്കാവുന്ന ഒരു ടോണിക്കാണ്. മിക്കവാറും ലേഡീസിന് കൊടുക്കാവുന്ന ഒരു ടോണിക് എന്ന് വേണം നമുക്ക് പറയാം സറാക്ക ഇൻഡിക്ക. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു. പിന്നെ ഇത് മിക്കവാറും എൻ്റെ കയ്യിൽ കാണും. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞ അയാൾ എല്ലാ ലേഡീസിനും കൊടുക്കുമെന്ന് പറഞ്ഞു സറാക്ക ഇൻഡിക്ക. ഒറ്റ കേസ് പോലും ഇമ്പ്രൂവ് ചെയ്യാതിരിക്കത്തില്ല. ഒരു ടോണിക്ക് പോലെ, അതായത് നമ്മുടെ ജൊണാക അശോക പോലെ കൊടുക്കാവുന്ന ഒരു നല്ല ലേഡീസിന് കൊടുക്കാവുന്ന ഒരു നല്ല ടോണിക്കാണ്, യൂട്രൈൻ ടോണിക്കാണ് സറാക്ക ഇൻഡിക്ക. എനിക്ക് നേരത്തെ അത് അറിയത്തില്ലായിരുന്നു. 10 തുള്ളി വീതം 3 തൊട്ട് 4 പ്രാവശ്യം വീതം ദിവസവും കൊടുത്താൽ വേറെ ഇൻഡിക്കേറ്റഡ് മരുന്നിൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ ഒന്നിച്ചല്ല, ചില സമയം മാറി കൊടുത്താൽ വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണ് സറാക്ക. ഞാനും ആദ്യമൊക്കെ 100 ml മേടിക്കുള്ളൂ. ഇപ്പം 1 പൗണ്ട് മേടിച്ചൊക്കെ എപ്പോഴും സ്റ്റോക്കാണ്. ഏത് ലേഡീസിൻ്റെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഇത് അതിൻ്റെ അകത്തൊരെണ്ണം ഒരു ടിഞ്ചർ, ഇതോ അല്ലെങ്കിൽ അലർട്ടിസ് പർണേഷ്യ അല്ലെങ്കിൽ ജൊണേക അശോക, ഇങ്ങനെ ഏതാനും ചില മെഡിസിനൂടെ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഏതാ ഇൻഡിക്കേറ്റഡ് എന്ന് അത് വെച്ച് കാണും. അത് വളരെ എഫക്റ്റീവ്. അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന റാപ്പിഡ് ജെന്റിൽ ആൻഡ് പെർമനന്റ് ക്യൂർ. പെട്ടെന്ന് രക്തസ്രാവമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിന്നില്ലെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പോൾ പോയെന്നിരിക്കും. പെട്ടെന്ന് നിൽക്കണം. ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. പെട്ടെന്ന് നിൽക്കും, തീർച്ചയായിട്ടും നിൽക്കും. പിന്നെ അടുത്തത് ലൂക്കോറിയ. അതിന് വെള്ളപോക്കെന്നും അസ്ഥിസ്രാവം എന്നൊക്കെ പറയും. പേടിയില്ലല്ലോ? ഇല്ലില്ല, കുഴപ്പമില്ല. യോനിനാളത്തിലെ ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം സാധാരണയായി ആത്മാവാണെങ്കിൽ കാര്യമാക്കേണ്ടതില്ല. ഇത്തരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ യൗവനാരംഭത്തിൽ അധികരിക്കുന്നു. സുഗമമായ ലൈംഗികബന്ധത്തിന് ഇത് സഹായമാകുന്നു. ഇത്തരം സ്രവം കൂടുതലാവുകയും അത് പുറത്തേക്കൊഴുകുകയും ചെയ്യുമ്പോഴാണ് വെള്ളപോക്കെന്ന രോഗം എന്ന് പറയാറ്. സാധാരണ വെള്ള നിറത്തിലോ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലോ ആയി സ്രാവം കാണപ്പെടുന്നു. ഇതിന് അണുബാധയുണ്ടായാൽ ദുർഗന്ധം സ്രാവം അധികരിച്ച അളവിൽ ഉണ്ടാകുന്നു. ഇതിന് അണുബാധയുണ്ടായാൽ ദുർഗന്ധത്തോടു കൂടിയ സ്രാവം അധികരിച്ച അളവിൽ ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടതാണ്. ഈ രോഗത്തിന് അസ്ഥിസ്രാവം, അസ്ഥിയുരുക്കം എന്നൊക്കെ പല പേരിൽ പറയാറുണ്ട്. അസ്ഥിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? മനസ്സിലായി. മുട്ടയുടെ വെള്ള പോലെയാണെങ്കിൽ, ചൂടുവെള്ളം പോലെ ശകലം ചൂടോടുകൂടി വരുന്നതാണെങ്കിൽ, തോന്നലുണ്ടെങ്കിൽ, അത്യധികമായി പോവുകയാണെങ്കിൽ, ഒരു ചൂടോടുകൂടി പോവുകയാണെങ്കിൽ ബോറാക്സ് ആണ് മെഡിസിൻ. അത് ലോവർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. ബോറാക്സ് നേരത്തെ പാല് പോലെയുള്ളതാണെങ്കിൽ, കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ, അത് പ്രത്യേകിച്ച് കാൽക്കേറിയ കാർബിൻ്റെ ഫാറ്റി ക്ലാമിയൊക്കെ ആണെങ്കിൽ, ഹെയറൊക്കെ ആണെങ്കിൽ നല്ലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് കാൽക്കേരിയ കാർബ്. അതും പൊട്ടൻസിയാണ്, ലോവർ പൊട്ടൻസി. രൂക്ഷമായി വളരെ കൂടുതലായി കാലിൻ്റെ, ഞാൻ പറയുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടാതിരിക്കാൻ. മതി സർ.
രൂക്ഷമായ വളരെ കൂടുതലായി കാലിൻ്റെ പാദം വരെ ഒഴുകി കീഴ്പോട്ട് വരുന്നതുമായ സ്രാവം നേർത്ത് നൂല് പോലെ പുകച്ചിട്ട് അനുഭവപ്പെടുന്നു. പകൽ സമയം കൂടിയിരിക്കുകയും തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ കുറയുകയും ചെയ്യുകയാണെങ്കിൽ അലൂമിന മെഡിസിൻ. ഈ അലൂമിന മെഡിസിന് ഇങ്ങനെയുള്ള ആൾക്കാർ കാണുന്നത് അവർ അരി തിന്നും, പച്ചരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടു തിന്നും പച്ചരി. കൂട്ടത്തിൽ അതുകൂടെ ഉണ്ടെങ്കിൽ കണ്ണുടച്ച് അലൂമിന കൊടുത്താൽ മതി, കുറയും. ഗർഭാശയത്തിൻ്റെ സ്ഥാനഭ്രംശം നടുവിനും അരക്കെട്ടും തമ്മിൽ ചേരുന്ന, അതായത് നടുവിൻ്റെ ഭാഗത്ത് സന്ധിയിൽ അനുഭവപ്പെടുന്ന ഭയങ്കരമായ സഹിക്കാൻ മേലാത്ത അസ്ഥിസ്രാവം നടക്കുകയോ മുന്നോട്ട് കുനിയുകയോ ചെയ്യുമ്പോൾ ഓടുന്നു. ഇരുണ്ട നിറത്തിലുള്ള സ്രാവം ധാർത്തവ സമയത്ത് വളരെ കൂടുതലായിരിക്കും. എസ്കുലസ് ആണ്. എസ്കുലസ് വീട് കൂടുതലുണ്ടോ? സർ ഇപ്പൊ പറഞ്ഞ ലുക്കോറിയുടെ തന്നെയാണോ പറഞ്ഞത് ആ, സാർ? അതെ അതെ, അല്ലെങ്കിൽ ഞാൻ മാറി പറയുമല്ലോ. ലൂക്കോറിയ തന്നെയാണ്. രായും പകലും ഇല്ലാതെ തീക്ഷ്ണമായുള്ള ബേണിങ്ങോടുകൂടി പോവുകയാണെങ്കിൽ, ആർത്തവത്തിന് മുൻപും പിൻപുമായുള്ള ആണെങ്കിൽ, വെള്ളപോക്കാണെങ്കിൽ, ഞാനിപ്പം വെള്ളപോക്കം എന്നത് കണ്ടിങ് പറയുന്നതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇനി അതുകൂടെ ചേർത്ത് പറഞ്ഞേക്കാം. എപ്പോഴും കോൺഷിപ്പേഷൻ ഉണ്ടെങ്കിൽ ആർത്തവത്തിന് പകരമായിട്ട് ലൂക്കോറിയ ഉണ്ടെങ്കിൽ ഗ്രാഫൈറ്റിസ് ആണ് മെഡിസിൻ. അതിന് ലോവർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഏതാ പറഞ്ഞത് സാർ? ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റിസ്. ചരട് പോലെ കട്ടിയുള്ള കൊഴുപ്പുള്ള മഞ്ഞ നിറത്തിലുള്ള സ്രാവാണെങ്കിൽ, അതുപോലെ ചരട് പോലെയും കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള സ്രാവാണെങ്കിൽ, ഭയങ്കരമായ ചൊറിച്ചിലുണ്ടെങ്കിൽ, അധികമായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഹൈട്രാഷിസ. ഞാനത് കൂടുതലും മദർ ടിഞ്ചർ തൊട്ട് 3x വരെ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇതും ക്രിയോസോട്ടത്തിനും ഹൈട്രാഷിസിനും എപ്പോഴും ചൊറിച്ചിൽ കാണും. ചിലപ്പോൾ സെപ്റ്റിയയ്ക്കും കാണാറുണ്ട്. ഇത് ആൾക്കാർക്ക് പറയാൻ മടിയുള്ള ഒരു സംഗതിയാണ്. പിന്നെ അതിൻ്റെ സമയം ആകുമ്പം ഞാനത് വേറെ കുറെ കാര്യങ്ങളിലൂടെ പറയാം. വളരെ പഴകിയ ലൂക്കോറിയ, വസ്ത്രത്തിൽ നിറഞ്ഞൊഴുകുന്നതും ആർത്തവാരങ്ങൾ വളരെ കൂടുതലുമായി ആണെങ്കിൽ അയോളമാണ്. വളരെ ക്ഷീണമായിരിക്കും, വളരെ മെലിഞ്ഞിരിക്കും പേഷ്യൻ്റ്, ഹോട്ട് പേഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടത് അയോളമാണ്, ലോവർ പൊട്ടൻസിയാണ്. സാർ ലോവർ പൊട്ടൻസി ഉദ്ദേശിക്കുന്നത് 3x ആണോ? ഞാൻ 0/3 ലോവർ പൊട്ടൻസിയാണ്. 3x 6x ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ 3ഉം 6ഉം ഒക്കെ കൊടുക്കും. അതൊക്കെയാണ് ലോവർ പൊട്ടൻസി ഉപയോഗിക്കുന്നത്. കൂടുതലും 0/3 ആണ് ഞാൻ. പിന്നെ അല്ലാത്തത് ഞാൻ മദർ ടിഞ്ചർ എന്ന് പറയും, അല്ലെങ്കിൽ 3x എന്നും വേറെ പ്രത്യേകിച്ച് പറയും. അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, 0/3. ഭയങ്കര ദുർഗന്ധവും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ, കടിയും പുകച്ചിലും ഉണ്ടാകുന്നത്, വസ്ത്രത്തിൽ പറ്റിയാൽ സ്റ്റെയിൻ ഉണ്ടാകുന്നത്, മഞ്ഞ സ്റ്റെയിൻ ഉണ്ടാകുന്നത്, പശ പറ്റിയതുപോലെ കഴുകിക്കളയാൻ പ്രയാസം, കട്ടിയാകുകയും ചെയ്യുക, ബിറ്റ്വീൻ ദി മെൻസസ് നട്ടത്തിൻ്റെ അഗ്രത്തായി വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ക്രിയോസോട്ടം.
ഭയങ്കരമായ സഹിക്കാൻ മേലാത്ത നടുവിന് വേദന. ഇത് ഒത്തിരി പേർക്കുള്ളതാണ് കേട്ടോ, എല്ലാവർക്കും ഇല്ല, ഒരുപാട് പേർക്കുണ്ട്, പറയാറുണ്ട്. ചിലരും വേണ്ടി ഇത് ഇതിൻ്റെ ഒക്കെ കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ച് അങ്ങ് സഹിക്കും. 2-3 ദിവസമായിട്ടേ ഉണ്ട് ഓട്ടം. അല്ലാത്തവർക്കൊക്കെ ഒത്തിരി പേർക്കുണ്ട്. രണ്ടായിട്ടങ്ങ് ഒടിഞ്ഞു പോവാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നാൽ ഓവർ ടോസ്റ്റായ ഞാൻ 0/3 3x ഒക്കെ കൊടുക്കും ഓവർ ടോസ്റ്റ്. വെള്ളം പോലെ ഒഴുകി വരുന്നതാണെങ്കിൽ ഭയങ്കരമായ ദുർഗന്ധത്തോടും, അതായത് അരക്കെട്ടിലുള്ള അവയവങ്ങളെല്ലാം വെള്ളിലോട്ട് തള്ളി വരുന്ന ആണെങ്കിൽ, അതായത് അറിയാമല്ലോ സിപ്പിയുടെ പ്രൊട്രൂഡിങ് ത്രൂ ദി വജൈന, അതുപോലെയുള്ളൊരു സിംറ്റം ആണെങ്കിൽ, ഇത് ആ ഒറ്റ സിംറ്റം വെച്ച് ഞാൻ ഒരുപാട് പേർക്ക് ഈ സെപ്യ കൊടുത്ത് ഈ ലോവർ അബ്ഡോമിനൽ പെയിൻ, താഴോട്ട് കുടിഞ്ഞു വരുന്ന തരത്തിലുള്ള വേദന ഒരുപാട് കുറച്ചിട്ടുണ്ട്. മെനോപ്പാസ്, കൊച്ചു കുട്ടികൾ തൊട്ട് മെനോപ്പാസ് വരെയുള്ളവർക്ക് ഒരുപാട് നമ്മുടെ ഒരു വണ്ടർഫുൾ മെഡിസിനാണ് പൾസാറ്റില സെപ്യ. അതുപോലെ കാർക്കേറിയ, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ വളരെയധികം. അതുപോലെ സെറാക്ക ഇൻഡിക്ക, ഞാനത് നേരത്തെ പറഞ്ഞു. അതുപോലെ ജൊനേഗ അശോക, ഇതെല്ലാം നമ്മുടെ വണ്ടർഫുൾ മെഡിസിനാണ്. ക്ഷീണിച്ച് മെലിഞ്ഞ പെൺകുട്ടികളിൽ എന്നൊക്കെ കഴിച്ചാലും നന്നാകില്ല. വെള്ള നിറത്തിൽ ഒരുമാതിരി പാല് പോലെ നടുവിന് വേദനയുണ്ടായി സെറാക്ക ഇൻഡിക്ക, അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ചിലപ്പം വേറെ ഇൻഡിക്കേറ്റഡ് ഏതെങ്കിലും വന്നാൽ അതും കൊടുക്കേ. പിന്നെ ഇന്റർ കറന്റ് ആയിട്ട് സ്പീഡ് കൂടുന്നുണ്ടാകാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാൻ ഏതെല്ലാം മെഡിസിൻ കൊടുത്തിട്ടും നമുക്കൊരു ഇൻഡിക്കേറ്റഡ് ആണെങ്കിലും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിൻ മെഡോർണം. ഞാൻ ഇടയ്ക്ക് മെഡോർണം കൊടുത്തിട്ടും കുറവ് കണ്ടിട്ട് കൊടുക്കുന്ന മെഡിസിൻ സിഫിലിനും ഹയർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. അത് വണ്ണമൊക്കെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ബയോകെമിക്ക് കിട്ടിയിരിക്കുന്ന മെഡിസിൻ ഞാൻ കാൽക്കേറിയാണ് സാധാരണ കൊടുക്കുന്നത്. എന്നിട്ട് കുറവ് കണ്ടില്ലെങ്കിൽ കാലിമൂറോ നേട്ടോമൂറോ, അതൊക്കെ 6x or 12x ആണ് കൊടുക്കുന്നത് ബയോകെമിക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും. കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ ഒരേ സമയത്തല്ല, ഇച്ചിരി സമയം വിട്ടു വളരെ എഫക്റ്റീവ്. ബയോകെമിക്ക് ഏതെങ്കിലും ഇത് വരണം. ഞാൻ പ്രാക്ടിക്കലാണ് പറയുന്നത്, ചുമ്മാ തിയറി പറയുന്നതല്ല. ഇനി ഈ എപ്പിലെപ്സി ആർത്തവ സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ ബുക്കോറാണ്. ചിലർക്ക് ആ സമയത്ത് മാത്രം എപ്പിലെപ്സി പോലെ ഒരുമാതിരി ഹിസ്റ്റീരിയ പോലെ വരും. അങ്ങനെയാണെങ്കിൽ ബുക്കോറാണ്. സഹിക്കാൻ മേലാത്ത നടുവേദന, ലേറ്റ് ആയിട്ടുള്ള ഡിലേഡ് മെൻസസ്, കറുത്തത് മുട്ടയുടെ വെള്ള പോലെ ഇങ്ങനെ ഒഴുകി വരും, തൂങ്ങി കാൽക്കേറിയ പോസ്. എല്ലാവരും വിചാരിക്കും ഇത് കാലി ബൈക്കാണെന്ന് വിചാരിക്കും. കാൽക്കേറിയ പോസിന് ഇതാണ്. അത് ഞാൻ 6x കൊടുക്കും, 0/3 കൊടുക്കാം. സമയമാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് മുമ്പേ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ ഇല്ല സാറേ, സമയമുണ്ട്, 20 മിനിറ്റോളം ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു അങ്ങ് പോവാം. അന്നേരം പിന്നെ ഞാൻ സമയത്തോട്ടോട്ട് നോക്കാം. എൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. അതായത് ആർത്തവവിരാമം, ആർത്തവ സമാപ്തി, അല്ലെ മെനോപ്പാസ് എന്ന് 40-50 വയസ്സിനിടയ്ക്ക് സാധാരണയായി ആർത്തവവിരാമം കണ്ടുവരുന്നു. ചിലർക്ക് ഇപ്പം നേരത്തെ വരുന്ന ചിലരുണ്ട്, 35 വയസ്സ് 40 വയസ്സിനകം വരുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ആർത്തവം നിലയ്ക്കുകയോ ചിലർക്ക് 2-3 മാസം കൊണ്ട് ക്രമേണ നിലയ്ക്കുകയോ ചെയ്യുന്നു. ആർത്തവിരാമത്തോട് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് ഈ
ആ, ആ, ഹോമിയോ പ്രേമികളും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് നമ്മുടെ ടേംസ് ഒന്നും അത്ര അറിയത്തില്ല. മെനോപാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ മിക്കവാറും പേർക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ AI ഒക്കെ ഉപയോഗിച്ചാൽ ഉടനെ ആൻസർ കിട്ടും അതിനെല്ലാം. അപ്പം ഗൂഗിൾ മാമായൊക്കെ കൊണ്ട് പ്രയാസമില്ല. എന്നാലും ചിലപ്പോൾ ഇപ്പോഴും പ്രായമുള്ളവർക്കൊക്കെ ഇത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ആർത്തവ വിരാമത്തോടു കൂടി ഗർഭധാരണ ശേഷി നിലയ്ക്കുന്നു. തലകറക്കം, ഛർദി, ശരീരത്തിന് ചൂട്, വിയർപ്പ്, ശ്വാസവിമ്മിഷ്ടം, ഉന്മാദം, തളർച്ച, ഉറക്കമില്ലായ്മ തുടങ്ങി പല പല ലക്ഷണങ്ങൾ ആർത്തവിരമണത്തോടെ ഉണ്ടാകും. അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന സജീവമായ പ്രവർത്തനമാണ് ഈ അസുഖത്തിന് പ്രധാന കാരണം. തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഈ മെനോപാസ് വരുമ്പോൾ എല്ലാവരും തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഹൈപ്പറായിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പായിരിക്കും, എന്തെങ്കിലും ഒരു കുഴപ്പം കാണാൻ സാധ്യത. ഈ സമയത്ത് ബ്ലഡ് ചെക്കിങ് ചെയ്യണം. അതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ നോക്കണം, ഷുഗർ നോക്കണം. അങ്ങനെയുള്ള മെയിൻ ടെസ്റ്റുകളെല്ലാം ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആർത്തവിരാമത്തിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നാലും എല്ലാവരും മനസ്സിൽ ഓർത്ത് വെച്ചു. അവനവൻ്റെ ആ കോൺഫിഡൻസ് ലെവലിൽ കൂട്ടാൻ സഹായിക്കും. അതിനങ്ങനെ പറയാം. ദേഹം മുഴുവൻ പുകച്ചിലോടുകൂടിയ തലവേദന, ചൂടുള്ള വേർപ്പ്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. എത്ര പാനിട്ടാലും പറയും, അയ്യോ എന്തൊരു ചൂട്, ഒട്ടും സഹിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ശകലം പോലും ചൂട് സഹിക്കാൻ പറ്റും. ഇങ്ങനെ വിശത്തൊഴുകിക്കൊണ്ടിരിക്കും. എപ്പോഴും ഗിരിഗിരിച്ച് എന്നേലും പറഞ്ഞുകൊണ്ടിരിക്കും. ലക്ഷണങ്ങൾ വസ്ത്രങ്ങളുടെ സ്പർശനം പോലും അസഹനീയമായി തോന്നി. എല്ലാം പറിച്ച് ദൂരെ കളഞ്ഞാലോന്ന് തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇരുണ്ട നിറത്തിലുള്ള രക്തസ്രാവം, അതായത് ആർസസ്, കിതപ്പ്, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കും. അത് സെപ്റ്റിയ പേഷ്യൻറ്റിനും വെക്കും. ജോലിയൊക്കെ ചെയ്ത് ഒത്തിരി ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടെന്നത് എന്നിവ കാണുന്നു. അത് അതിരാവിലെ ഇച്ചിരി കൂടുതൽ. ഒത്തിരിനേരം ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങാൻ പറ്റിയത് ഇച്ചിരി വേഗം എഴുന്നേക്കും. അതായത് അഗ്രവേഷൻ ആഫ്റ്റർ സ്ലീപ്പ് എന്ന. അതുകൊണ്ടാണ് അങ്ങനെ ഡാക്കസിസാണ്. ഞാനത് കൂടുതലും ഹയർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. പക്ഷെ ഡാക്കസിസ് കൊടുക്കുമ്പം എനിക്ക് ഹയർ പൊട്ടൻസിക്ക് ഒരു കുഴപ്പം കണ്ടിട്ടുണ്ട്. ചിലർക്ക് അഗ്രവേഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ആൻറ്റിഡോട്ട് ചെയ്യാൻ ഒരു അര ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചാൽ മതി. കുടിച്ചിട്ടേലും ഒന്നുമില്ല, തന്നെ ഒക്കോളും. എന്നാലും ആൾക്കാർക്ക് ഒരു ഭയം വരും. ഓ എന്നെ വല്ല കുഴപ്പം പറ്റിയാലോ, അങ്ങനെ തോന്നുവാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം. അതാ ഏതെങ്കിലും ഒരു ഇച്ചിരി വിഷമം എന്നേലും വന്നാണ് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചാൽ ചൂടും തണുപ്പും, അതിൽ കൂടുതൽ ചൂടുള്ള വിശപ്പും, അധികമായ ക്ഷീണം, പെട്ടെന്ന് ബോധക്കെടാവണ്ട, വെള്ളിലോട്ട് ഇങ്ങനെ തള്ളി വരുന്ന കൂട്ടുള്ള ഇതും, ലൂക്കോറിയ, വിശപ്പില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ, ഇറിറ്റബിലിറ്റി, എപ്പോഴും ഭർത്താവിനോടും മക്കളോടും ഒക്കെ വഴക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ചുമ്മാ വഴക്ക് പറയും. ഒന്നും ഇല്ലെങ്കിലും രണ്ട് വഴക്ക് പറയും. വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞേച്ച് എന്നെ ഏത് കാര്യം കണ്ടാലും അതിനെല്ലാം വഴക്കിങ്ങനെ പറഞ്ഞു വിളിച്ചോണ്ടിരിക്കും. തെറ്റിയ ആ ഞാൻ ആദ്യം മരുന്ന് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ആർക്കേലും തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ മെറ്റാമിനിക്കായിട്ട് അറിവ് കൂട്ടണമെന്ന് സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുക ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ സിംറ്റം കേൾക്കുമ്പോൾ സൈഡിൽ എഴുതിയിടും.
ശരിയാണോ എന്ന് വരികയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്രിസ്ക്രൈബർ. അതിനുള്ള അവസരം കൂടെ, അതുകൊണ്ടാണ് ആദ്യം മരുന്ന് പറയാം. തലയിലും മുഖത്തും തിര അടിച്ചു വരുന്നത് പോലെയുള്ള അമിതമായ രക്തപ്രവാഹം, അത് ചൂട് തന്നെ. തലവേദനയും ഉത്കണ്ഠയും കിതപ്പും രൂപപ്പെടും. അങ്ങനെ വരികയാണെങ്കിൽ അമൈൽ നൈട്രോസ്, അത് ഈ അമൈൽ നൈട്രോസ് ഇങ്ങനെ വരുന്ന കേസുകളിൽ മണപ്പിച്ചാൽ അന്നേരം തൽക്കാല കുറവ് പെട്ടെന്ന് കിട്ടും. മദർ മണപ്പിച്ചാൽ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് കുറവ് ഇച്ചിരി ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ പൊട്ടൻസി കൊടുക്കും. എന്നാലും തീർത്തും മാറും. ഈ ചൂട് തലയിലാണ് കൂടുതൽ കാണുന്നെങ്കിൽ, തലയിലാണ് ഈ ഒരുമാതിരി തലമാല അടിക്കുന്ന മാതിരിയുള്ള രക്തപ്രവാഹം പോലെ വിങ്ങലും പൊട്ടിപ്പോന്നുള്ള തോന്നല്, നിർത്തി പറയുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയാ കേട്ടോ. അതുപോലെ ഈ സൂര്യതാപം കൊണ്ട് കൂടുക, വെയിൽ കൊണ്ടു കഴിഞ്ഞാലൊക്കെ കൂടുക, അന്നേരം കോണയാണെങ്കിൽ ഇപ്പൊ തന്നെ മരുന്ന് മനസ്സിലാക്കി കാണും. കൺസർവേഷൻ ബൈ സൺറൈസ് ഡോണൈൻ. ഈ സമയത്ത് കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ മെഡിസിനാണ് വെലേറിയാണ്. അത് മദർ ടിഞ്ചറാണ് കൊടുത്തത്. ബാക്കി ഇൻഡിക്കേറ്റഡ് മെഡിസിൻ്റെ കൂട്ടത്തിൽ വെലേറിയാനെ കൊടുത്താൽ ഭയങ്കര മദർ ടിഞ്ചർ. പക്ഷെ വെലേറിയാനെ കഴിക്കാനും ചില പാടാണ്. അതിനൊരു മുഷുക്കുമാണ് വെലേറിയാന മദർ ടിഞ്ചർ. ഇച്ചിരി പാടാ കഴിക്കാൻ. ഇന്റർ കറന്റ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്തിട്ട് ഒരു ഗുണം കിട്ടിയില്ലെങ്കിൽ സൾഫർ 0/3 കൊടുത്തേച്ച് വീണ്ടും ആ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്താൽ നല്ല കുറവ് കിട്ടും. സാറേ, ഈ പറഞ്ഞപ്പോഴേ ചൂട് തലയിൽ അടിക്കുന്ന പോലെയും പിന്നെ വിങ്ങലും പൊട്ടലും സൂര്യതാപത്തിന്റെയും മരുന്നാണോ വലേറിയാന പറഞ്ഞത്? അത് ക്രോണൈന. മലേറിയാന അതിൻ്റെ ഒരു പ്രത്യേക മരുന്ന് മദർ ടിഞ്ചർ അതിൻ്റെ കൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് കൊടുക്കാവുന്ന ഒരു മദർ ടിഞ്ചർ എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്നൊരു തക്കാല കുറവ് കിട്ടും. അത് കൊടുത്താലും അമൈൽ നൈട്രേറ്റ് മദർ ടിഞ്ചർ മണപ്പിച്ചാലും തക്കാല ഒരു ശമനം പെട്ടെന്ന് അവർക്ക് കിട്ടും. അതിൻ്റെ ബയോകെമിക് മെഡിസിൻ കാലിപോസ. ഞാൻ 6x 10x 3x ഒക്കെ കൊടുക്കും. ഇനി നിപ്പിളിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സമയമുണ്ടോ? എത്ര മിനിറ്റ് ഉണ്ട്? നോക്കിയില്ല. ഇനി 10 മിനിറ്റ് ഉണ്ട് സാർ. ആർക്കെങ്കിലും കൂടുതൽ പറയണമല്ലോ ചോദിക്കണമല്ലോ അതിനിടയ്ക്ക് കൈപൊക്കിക്കാം, എന്നാലേ ഞാൻ നിർത്തും. കേട്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. മുതക്കണ്ണുകൾക്ക്, അതായത് നിപ്പിളിന് കീറല് വെറുത്ത് പശ പോലെ ഒട്ടുന്ന ദ്രാവകം വരികയാണെങ്കിൽ ഗ്രാഫൈറ്റിസ് സാധാരണ ചിലർക്കൊക്കെ ഉണ്ടാകാറുള്ള. ചിലർ മിണ്ടുകയല്ല, നാണം കൊണ്ടുപോയി ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്, സഹിച്ചോണ്ട് നടക്കും. അങ്ങനെയൊക്കെ ആകുമ്പം ചെറുപ്പം പല രീതിയിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം അവിടെ കൊണ്ട് അങ്ങ് നിന്നു പോകും. ഈ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തള്ളമാരുടെ നിപ്പിള് മിണ്ട് കീറിയാൽ ഉള്ളിലോട്ട് വലിഞ്ഞ് മുലക്കണ്ണാണെന്നുണ്ടെങ്കിൽ ഹൈട്രാസ്റ്റിസ്, അത് ലോവർ പൊട്ടൻസിയ 3x കൊടുക്കാറുണ്ട്. മദർ ടിഞ്ചറും 3x 0/3 വരെ കൊടുക്കാറുണ്ട്. ഇത് മെൻസസിന് മുമ്പ് ഉള്ളിലേക്ക് വലിയോ ചുക്കിച്ചുളിഞ്ഞ പോലെ കാണുകയാണെങ്കിൽ സരസപ്പാലിനാണ്. സരസപ്പാലില്ല, പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. അല്ല, മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. സോറി, മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്.
ചില മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാരില് മുലക്കണ്ണും പൊട്ടിക്കീറുകയാണെങ്കിൽ ഒരുമാതിരി ക്രാക്സ് പോലെ ഇരിക്കും. അസഹനീയമായ വേദനയെ കുഞ്ഞു പിടിക്കുമ്പോൾ ബ്രട്ടാൻകിയാണ് മെഡിസിൻ. ബ്രട്ടാൻകിയ മുല കുടിക്കുന്ന സമയം മുലക്കണ്ണിൽ നിന്നും ശരീരമാസകലം വ്യാപിക്കുന്ന വേദന, മുലക്കണ്ണുകൾക്ക് ശീഘ്രഭേദിത്വം, വേദനയും പിണ്ടുകീറലും കാണും. ചെറിയ ചെറിയ വ്രണങ്ങൾ പോലെ കാണാൻ തുടങ്ങും. വയറ്റിടയ്ക്കാൻ വരുന്നത് പൊട്ടൻസിയാണ്. ഇനി ബ്രസ്റ്റ് ആബ്സസ് ആണ്. ഇത് സാധാരണ ഒരുപാട് പേർക്ക് വരാറ്. ഒരുപാട് കേസ് ഞാൻ ട്രീറ്റ് ചെയ്ത് കുറച്ചിട്ടുണ്ട്. വേദനയും കട്ടിയും കാണുമ്പോൾ ഫസ്റ്റ് കൊടുക്കാവുന്ന മരുന്നും ബ്രയോണിയ. പൊട്ടൻസിയാണ്. ബ്രയോണിയം ബ്രസ്റ്റ് ആബ്സസ്. വേദനയും കട്ടിയും കാണാൻ ഭയങ്കര കട്ടിയായിരിക്കും. വേദനയാണെങ്കിൽ പഴുപ്പിന്റെ ആരംഭത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കാവുന്ന മെഡിസിനാണ് ബ്രയോണിയ. വളരെ എഫക്റ്റീവ്. ഇത് ബ്രയോണിയ ഈ മാസ്റ്റൈറ്റിസിന്, അതായത് പ്രസവിച്ച് കഴിഞ്ഞ് പാല് നിന്നിട്ട് വേദനയുണ്ടെങ്കിലും കട്ടിയുണ്ടെങ്കിലും ബ്രയോണിയ നല്ല എഫക്റ്റീവ്. ഞാൻ 0/3 30 വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. 30 കൊടുക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സപ്ലൈ ആണെന്നൊന്നുമില്ല. അത് ഇപ്പോൾ ഉണ്ടെന്നാ തോന്നുന്നത്. ഗവൺമെന്റ് സപ്ലൈ ഇല്ല. 0/3 എന്നാലും പൊട്ടൻസി കൊടുക്കും. ഒരുപാട് കേസുകൾ കുറച്ചിട്ടുണ്ട്. ഇനി കുട്ടി കുടിക്കുമ്പോൾ ആദ്യം ബ്രയോണിയ കൊടുത്തു, അതുകൊണ്ട് ഒരു പ്രയോജനമൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ബ്രയോണിയയുടെ കൂട്ടത്തിൽ പയറ്റടക്കം മാത്രം ചേർക്കും. പയറ്റടക്കം പിന്നെ അതിന് വേറൊരു ഗുണങ്ങളുണ്ട് പയറ്റടക്കായ്ക്ക്. അത് ലോഷനായിട്ടോ എണ്ണയിലോ ഓയിൻമെന്റ് ആയിട്ടോ പുറമെ പുരട്ടിയാൽ പെട്ടെന്ന് വേദനയ്ക്ക് ആശ്വാസം കിട്ടും. പഴുപ്പ് തുടങ്ങാവുന്നതിന് മുമ്പ് തന്നെ കൊടുത്താൽ, കപ്പാർസപ്പ് കൊടുത്താൽ, ചൂടും വേദന അനുഭവപ്പെടുകയാണെങ്കിൽ കപ്പാർസപ്പ് കൊടുത്താൽ, ലോവർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കുറയും. പഴുപ്പാകരുത്, അതിന് മുമ്പ് കൊടുക്കും. പഴുപ്പ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണെങ്കിൽ മുള്ളിലോട്ട് നിപ്പിട് വലിയാണെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് സൈലേഷ്യ. അത് ഹയർ പൊട്ടൻസി അല്ല മീഡിയം പൊട്ടൻസി കൊടുക്കും. നീല നിറത്തില് മുലക്കണ്ണുകൾ വീർത്ത് നിൽക്കുകയാണെങ്കിൽ, തൊഴുമ്പോൾ ഭയങ്കര വേദനയാണെങ്കിൽ ഡാർക്കസിസം നീല നിറമായി. മുമ്പേ പറഞ്ഞു മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുകയാണെങ്കിൽ, പഴുപ്പ് ഉണ്ടെങ്കിൽ സരസപ്പാലില്ല നല്ലൊരു മെഡിസിൻ. ഇങ്ങനെ ഒരേ മരുന്ന് തന്നെ പല കേസുകളിലും വരും. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? ഇനിയിപ്പം 9 മിനിറ്റേ ഉള്ളു. 9. ആകെ 9 മിനിറ്റേ ഉള്ളു. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. ബ്രസ്റ്റ് അട്രോപ്പി എന്നിട്ട് നിർത്തിയേക്കാം. എന്നിട്ട് അടുത്തത് നോക്കട്ടെ എത്ര വരുമെന്ന്, എത്ര കണ്ടീഷൻ കൂടെ വരുമെന്ന്. അത് ഇന്ന് തീരുകയില്ല. അടുത്ത 4ാം ഭാഗം കൂടെ ആക്കാം. അതാണല്ലേ സാറേ, ധൃതി വെക്കാതെ. അതെ, ധൃതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യുക, സാവധാനം ചെയ്യുക, എഫക്റ്റീവായിട്ട് ചെയ്യുക. അതൊക്കെ എനിക്ക് ഇതിൽ കൂടെ നേടിയ നേട്ടങ്ങളാണ്. സ്പീഡ് കൂടിയ ഇതുപോലെ മോഡറേറ്റർ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും
ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഡോക്ടർ ധനേഷൊക്കെ ആണെങ്കിൽ പ്രത്യേകം പറയും, ഡോക്ടറെ സാറേ അത് ഇച്ചിരി ഇങ്ങനെ ഇത്രയും സ്പീഡിൽ വേണ്ടായിരുന്നു, പിന്നെ നമ്മൾ കുറേ സ്പീഡ് കുറയ്ക്കും. ഡോക്ടർ മറിയാമ്മ ഡോക്ടർ തന്നെയാണ് പറയും, സാറേ സ്പീഡ് കൂടുതൽ. നമ്മൾ അന്നേരം പതിയെ സാവധാനത്തിൽ സമാധാനത്തോടു കൂടി പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ഗുണങ്ങളൊക്കെ എനിക്ക് ഇവിടെ ക്ലാസ് എടുത്തെടുത്ത് ഉണ്ടായ ഒരു ഗുണം. പിന്നെ എല്ലാവരോടും നന്ദി. പിന്നെ അട്രോപ്പി ശോഷണം, അതിന് കൊടുക്കാവുന്ന ചിമാഫില എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. അത് അയഞ്ഞ് ചിമാഫില അട്രോഫി അട്രോപ്പി എന്തിന്റെ? ചുരുങ്ങിപ്പോവുക, മുല ചുരുങ്ങുക. മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മാറി പൊട്ടൻസിയും മാറി മാറി കൊടുക്കും. വളരെ ഫലവത്തായ ഒരു മെഡിസിനാണ് ഹിമാബില. അരിഞ്ഞ് ശോഷിച്ച് ചുരുങ്ങുകയാണെങ്കിൽ കുണയമ്മാക്കാൻ പറ്റും. അരിഞ്ഞ് ശോഷിച്ച് വരും, അയഞ്ഞു കിടക്കും, ഒരു സ്റ്റിഫിനസ് ഒന്നും കാണില്ല. അങ്ങനെ വരികയാണെങ്കിൽ പൊട്ടൻസിയാണ് കുണയമ്മാക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ലൂക്കോറിയായോ ഇറഗുലാരിറ്റി ഓഫ് മെൻസസോ വരികയാണെങ്കിൽ കൊടുക്കാവുന്ന മരുന്ന് ദർക്കമറ, അതും പൊട്ടൻസിയാണ്. അത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഡർനെസ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. ദർക്കമറയുടെ ഒരു പ്രത്യേകത. കട്ടിയുണ്ടെങ്കിൽ, വീർത്തുവാണെങ്കിൽ ഇരിക്കുന്നത്, ശോഷിച്ചുവാണെങ്കിൽ ഇരിക്കുന്നെങ്കിൽ അയോഡം ഒരുമാതിരി ഉണ്ടോയെന്ന് തന്നെ തപ്പി നോക്കണം, എന്നാലേ മനസ്സിലാകും. അങ്ങനെയുണ്ടെങ്കിൽ ഹോട്ട് പേഷ്യൻറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയോഡം. പിന്നെ അങ്ങനെയുള്ള ശോഷണത്തിന് നല്ലതാകുന്ന ഒരു പ്രത്യേക ഔഷധം സബാഡ്സിറിലേറ്റ. പെൺപിള്ളേർക്കൊക്കെ ബ്രസ്റ്റ് കുറവാണെങ്കിൽ, ഞാനൊരു പറയല്ല, ഇങ്ങനെ കണ്ടാൽ സബാഡ്സിറിലേറ്റ മദർ ടിഞ്ചർ 10 കൊള്ളി ദിവസം 3-4 നേരം കൊടുത്താൽ കുറേ ദിവസം കൊടുത്തു കഴിയുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വല്ല മസേജും അങ്ങനെയുള്ളതൊക്കെ ആരെങ്കിലും അമ്മയോ സിസ്റ്റർമാരോ ആരെങ്കിലും മസേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഈ അട്രോഫി കുറയാൻ സാധിക്കും. അന്നേരം ഹിമാഫില, ഒണയമ്മാക്ക്, എർക്കമറ, അയോഡം, സബാഡ്സിറിലേറ്റ ഇത്രയും മെഡിസിനാണ്. അന്നേരം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. അടുത്തത് ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം, 4-ാം ഭാഗം ആക്കാം. താങ്ക് യു വെരി മച്ച്. കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയില്ല. 5 മിനിറ്റ് കൂടെ നമുക്കുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. കുറവുണ്ടെങ്കിലും പറയാം. കൊള്ളുകയായിരുന്നെങ്കിൽ കൊള്ളുകയില്ലെന്ന് പറയും. ഒരു കുഴപ്പമില്ല, ഒരു മനപ്രയാസവും തോന്നാറില്ല. ഇന്നത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മോസ്റ്റ് വെൽക്കം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആലിസ് ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം. കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അമ്പാടിയമ്മയ്ക്കും കൂട്ടിച്ചേർക്കാം. കോഹോസ്റ്റ് ആണ്. അവർക്കൊക്കെ എന്നെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാ. അതെ, ശാന്ത മാഡം ഉണ്ട്. ശാന്തകുമാരി മാഡം ഇല്ലേ? ഉണ്ട്. കുറിപ്പ് പറഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മറിയാമ്മേ? ആളിനാളല്ലേ കുറിപ്പ്. A to Z അറിയാം. അതും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എനിക്കൊന്നും പറയാനില്ല. കൂടുതല് വളരെ നന്നായിരുന്നു. പോർഷൻ ബൈ പോർഷൻ ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഇങ്ങനെ മനസ്സിൽ നല്ലോണം ഇങ്ങനെ തെളിഞ്ഞ് വരും. നന്നായിരുന്നു കുറിപ്പേ. താങ്ക് യു വെരി മച്ച്.
നന്ദി അമ്പടിയമ്മ. ഇനി അവിടെ ആർക്കെങ്കിലും ഒരു ശ്രീകുമാരി തന്നെ ഇരിപ്പുണ്ട്. അവർക്ക് ഒരു ഇനിയും വരണം കേട്ടോ, ഇനിയും വരണം ഇങ്ങനെയുള്ള ഇതുകൊണ്ട് കേട്ടോ കുറിപ്പേ. ഉണ്ട്, ഒന്നുകൂടെ ഉണ്ട്, തീർന്നില്ല. ആ ഓക്കെ, ഒന്നുകൂടെ പോരാ, ഇനിയും വേണം. തിരുപ്പതി എന്നാ കടലിലെ ഇതൊരു വെള്ളം വാസ്റ്റ് മാതിരി. സബ്ജക്റ്റ് അല്ലേ. എത്ര വേണേലും പറയാം. അത് തന്നെ. അതിന് ഒരിക്കലും എന്നാ വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന ഒന്നുമില്ല. ഡോക്ടറെ ഒരുപാട് സന്തോഷം, ഡോക്ടറെ കാണുന്നത് തന്നെ സന്തോഷം അതെ. ഫോറത്തില്. അതെ, ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. നമ്മളത് കേൾക്കുമ്പോ, ക്ലാസ് കേൾക്കുമ്പോ അതിനേക്കാളും നമ്മള് ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാളും എളുപ്പം മനസ്സിൽ പതിയെ കേൾക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഡിസ്കഷനും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതൽ മനസ്സിലത് പതിഞ്ഞു നിൽക്കുക. അപ്പൊ അത് എല്ലാം ഒരു ആൽഫബറ്റിക് ഓർഡർ എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പം ഡോക്ടറെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ആരോഗ്യവും ഒക്കെ ആയിട്ടിരിക്കട്ടെ. സന്തോഷം ഡോക്ടറെ. താങ്ക് യു. ഇരിക്കും അങ്ങനെ തന്നെ. ശരി. ഇരിക്കും. എല്ലാവർക്കും ആയുസ്സാരോഗ്യങ്ങളും നേരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഇതൊക്കെ ആൾക്കാർ പറയാൻ മടിക്കുന്നതും പ്രത്യേകിച്ച് ലേഡി ഡോക്ടേഴ്സിനോട് ഇതൊക്കെ പറയാൻ താല്പര്യമാണ്. എനിക്ക് ഇതുപോലെയുള്ള കേസുകൾ ഒന്നുപോലും ഫെയിലിയർ, ഒറ്റ കേസ് പോലും ഫെയിലിയർ ഇല്ല. പ്രത്യേകിച്ച് ഈ സെക്ച്വൽ ഡിഫിക്കൽട്ടീസ് വരുന്ന പല കേസുകളുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ വരുന്നുണ്ട്, അത് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർക്ക്, അതായത് കൂട്ടാനോ കുറയ്ക്കാനോ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ നമ്മുടെ അതിലുള്ളിടത്തോളം വേറെ ഒന്നുമില്ല. അത് പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഡോക്ടർ സാമ്പാചന്ദ്രനും നമ്മുടെ അമ്പാടി ചേച്ചി ഇരിക്കുന്നതുകൊണ്ട് അറിയാം. അവർക്കൊക്കെ ഇഷ്ടം പോലെ കേസുകൾ കിട്ടുന്ന ഇത് ആണുങ്ങളോട് പറയാൻ, ജെൻസ് ഡോക്ടറോട് പറയാൻ ഇച്ചിരി മടി കാണും. ലേഡീസിനാകുമ്പം ഇഷ്ടം പോലെ പ്രാക്ടീസ് കൂട്ടാനുള്ള ഒരു സബ്ജക്റ്റാണ്. മെയിൽ ഡോക്ടേഴ്സിനോട് പറയാൻ ഇച്ചിരി വിമുഖതയൊക്കെ കാണും. എന്നാലും ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ട് ഈ വക കാര്യത്തിൽ വരുമ്പോൾ പേഷ്യനോട് കേസ് ടേക്കിങ്ങിൽ ഇതെല്ലാം ചോദിക്കണം. എന്നാലും ആരും ചോദിക്കാത്ത കാര്യങ്ങൾ ഇപ്പം നമ്മൾ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ പറയാം. തീർച്ചയായിട്ടും പേഷ്യന് സന്തോഷമായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അടുത്ത എപ്പിസോഡിൽ കാണും. 4ാം ഭാഗം ഉണ്ട്, അവിടെ കാണാം. ഏതായാലും ഈ ആയിരക്കണക്കിന് ക്ലാസ്സുകൾ കിടക്കുമല്ലേ. അതെ അതെ. സാറിന് നന്ദി പറയുന്നതിന് പ്രശോഭൻ ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ പ്രശോഭൻ ഡോക്ടർ? ഭദ്രൻ ഡോക്ടർ ഉണ്ടല്ലോ. ഭദ്രൻ ഡോക്ടറെ സാറിന് നന്ദി പറയാവോ? തീർച്ചയായും. ഡോക്ടറെ ഇടയ്ക്ക് ഒരിക്കൽ വിളിക്കുന്നു, ഞാൻ മിസ് കാൾ കണ്ടിട്ട് പിന്നെ വിളിക്കാൻ സാധിച്ചില്ല. ഏതായാലും സാറിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെപ്പർട്ടോറിയൽ അപ്രോച്ച് ആയിരുന്നു. വളരെ നല്ല ഗുണം ചെയ്യുന്നൊരു ക്ലാസ് ആയിരുന്നു. അത് നമ്മളൊരു നല്ല റെഫറൻസിനുള്ള അത്രയും പോയിന്റ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോന്നിനും സ്പെസിഫിക് മെഡിസിൻ പോലെ ചിലതൊക്കെ വരുന്നുണ്ട്. എനിക്ക് കൊടുത്തു നോക്കിയിട്ട് പലതിനും നല്ല എഫക്റ്റ് കിട്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ്. അത് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർക്ക് IFPHന്റെ പേരിലും ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും, സ്റ്റുഡൻസിന്റെയും പ്രാക്ടീഷണേഴ്സിന്റെയും വെൽവിഷേഴ്സിന്റെയും എല്ലാവരുടെയും പേരിലും ഡോക്ടർ ശ്രീധര കുറുപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നന്ദി ഭദ്രൻ ഡോക്ടർ. ഏതായാലും നമ്മുടെ 2114 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും സാറിന്റെ ക്ലാസ് അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ അഭിപ്രായം പറഞ്ഞ ശാന്താനന്ദനം അമ്മയ്ക്കും രമാദേവി അമ്മയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
നമ്മുടെ 2114 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. നൈറ്റ്.